ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 1 എൻഡ് ഓഫ് ചാപ്റ്റർ എക്സസൈസിലെ 12th ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ 12th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഗിവൺ ദ പോയിൻറ്റ്സ് എ ബി ആൻഡ് സി ഷോ ദാറ്റ് ദേ ലൈ ഓൺ എ സർക്കിൾ കെ ഹൂസ് സെൻറ്റർ ഈസ് ദ ഒറിജിൻ ഓ വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് സർക്കിൾ കെ. അപ്പോൾ ഇവിടെ നമുക്ക് 3 പോയിൻറ്റുകൾ തന്നിട്ടുണ്ട്, എ ബി ആൻഡ് സി. ഈ പോയിൻറ്റുകൾ സർക്കിളിലാണോ ലൈ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം. സർക്കിളിൻ്റെ സെൻറ്റർ എന്താണ്? 0 0 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് 0 0 ആണ്. ഇനി എയും ബിയും സിയും നമുക്ക് 3 പോയിൻറ്റുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനെ 4 ഡിവൈഡ് ചെയ്താൽ ഇത് നമ്മളൊരു ഗ്രാഫിലാണ് വരയ്ക്കുന്നതെന്ന് സങ്കല്പിക്കുക. ഇതാ ഇങ്ങനെ വരും. എ അപ്പോൾ എവിടെ ആയിരിക്കും? എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവുമാണ് അല്ലേ. അപ്പോൾ എവിടെ വരും? ഇവിടെ വരും. അപ്പോൾ എ ഇവിടെ ഒരു പോയിൻറ്റിലാണ് എന്ന് സങ്കല്പിക്കുക. ഓക്കെ. ഇനി അടുത്തത് ബിയിൽ എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവുമാണ്. അപ്പോൾ ഏത് ക്വാഡ്രൻറ്റിൽ വരും? സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വരും. അപ്പോൾ ബി ഇവിടെയാണ്. അടുത്തത് സി 2 നെഗറ്റീവാണ്. അപ്പോൾ എവിടെ വരും? ഇവിടെ വരും. ഓക്കെ. സി ഇവിടെ വരുന്നു. സെൻറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എയും ബിയും സിയും ഈ സർക്കിളിലാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഷോ ദാറ്റ് ദേ ലൈ ഓൺ എ സർക്കിൾ കെ ഹൂസ് സെൻറ്റർ ഈസ് ദി ഒറിജിൻ ഓ. അപ്പോൾ ഇത് ഞാനിവിടെ റഫായിട്ട് വരച്ചതാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഇത് സർക്കിളിലാണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തു പ്രൂവ് ചെയ്യണം? സെൻറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. സർക്കിളിലാണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ ഒ എയും ഒ ബിയും ഒ സിയും ഈക്വലാണ് എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. സർക്കിളിലാണ് ഈ പോയിൻറ്റുകളെല്ലാം സർക്കിളിലാണ് എങ്കിൽ ഈ സെൻറ്ററിൽ നിന്ന് അതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒ എയും ഒ ബിയും ഒ സിയും ഈക്വലാണ് എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എ എന്താണ്? 1, -8. ബി ഈസ് -4, സി ഈസ് -7, -4. അപ്പോൾ നമ്മൾ ഒ എ കണ്ടുപിടിക്കണം, ഒ ബി കണ്ടുപിടിക്കണം, ഒ സി കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്റ്റൻസ് ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ സെൻറ്റർ ഒ എ കണ്ടുപിടിക്കുമ്പം ഇതിലെ കോർഡിനേറ്റ്സ് എല്ലാം 0 ആണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് ഈ പോയിൻറ്റുകൾ മാത്രം നമുക്ക് എഴുതിയാൽ മതി. ഒ എ ഈസ് ഈക്വൽ ടു നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് ഫോർമുല എന്താ? ഡിസ്റ്റൻസ് ഫോർമുല ജസ്റ്റ് ഞാനൊന്ന് ഇവിടെ എഴുതുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഇത് 0 ആയതുകൊണ്ട് 0 - 1 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് മാത്രം എടുത്താൽ മതി. ഓക്കെ. അപ്പോൾ എന്തെടുക്കാം? x1 സ്ക്വയർ അല്ലെങ്കിൽ x2 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ. അതായത് ഒരു കോർഡിനേറ്റ് ഫുള്ള് 0 ആണ്. അതുകൊണ്ട് നമുക്ക് ഇത് മാത്രം മതി. അപ്പോൾ എന്ത് വരും? 1 സ്ക്വയർ പ്ലസ് -8 സ്ക്വയർ. 1 സ്ക്വയർ ഈസ് 1, 8 സ്ക്വയർ ഈസ് 64. 64 + 1 65. അപ്പോൾ √65. ഒ എ നമുക്ക് √65 എന്ന് കിട്ടി. ഇനി അടുത്തത് നമ്മൾ ഒ ബി കണ്ടുപിടിക്കുന്നു. ഒ ബി അപ്പോൾ എന്ത് വരും? -4 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ ഈസ് 16 പ്ലസ് 7 സ്ക്വയർ ഈസ് 49. നെഗറ്റീവിൻ്റെ സ്ക്വയർ എടുത്താൽ പോസിറ്റീവ് ആകും കേട്ടോ. ഈസ് ഈക്വൽ ടു 65. √65 എന്ന് തന്നെ കിട്ടി. ഇനി അടുത്തത് ഒ സി കണ്ടുപിടിക്കുന്നു. ഒ സി എന്താണ്? -7 സ്ക്വയർ പ്ലസ് -4 സ്ക്വയർ. അപ്പം -7 സ്ക്വയർ ഈസ് 49, 4 സ്ക്വയർ ഈസ് 16 ഈസ് ഈക്വൽ ടു √65. അപ്പോൾ നോക്കിയാൽ ഒ എയും നമുക്ക് √65 കിട്ടി, ഒ ബിയും √65 കിട്ടി, ഒ സിയും √65 കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് 3ഉം സർക്കിളിലാണ് ലൈ ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഒ എ ഈസ് ഈക്വൽ ടു ഒ ബി ഈസ് ഈക്വൽ ടു ഒ സി ഈസ് ഈക്വൽ ടു √65. 3ഉം സെയിം ആണ്. Therefore പോയിൻറ്റ്സ് എ B and C are lie on a circle
കെ വിത്ത് സെൻറ്റർ 0 0. ഓക്കെ, ഇനി എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് സർക്കിൾ കെ. അപ്പോൾ സർക്കിളിൻ്റെ റേഡിയസ് എന്താ? റേഡിയസ് ഈസ് ഈക്വൽ ടു √65. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്തു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Given the points D and E, check whether D and E lie within the circle, on the circle or outside the circle K. അപ്പോൾ ഇനി നമുക്ക് 2 പോയിന്റുകളും കൂടെ തന്നിട്ടുണ്ട്. ഈ 2 പോയിന്റുകളും സർക്കിളിലാണോ അതോ സർക്കിളിൻ്റെ അകത്താണോ അല്ലെങ്കിൽ സർക്കിളിന് പുറത്താണോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതിനും നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ സെൻറ്ററിൽ നിന്ന് ഈ പോയിന്റുകളിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? ഒ ഡിയും ഒ ഇയും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഒ ഡി ഈസ് ഈക്വൽ ടു, ഒയിലത് രണ്ടും 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതിയാൽ മതി? -5² 6² മാത്രം എഴുതിയാൽ മതി. ഈസ് ഈക്വൽ ടു -5² ഈസ് 25, 6² ഈസ് 36 ഈസ് ഈക്വൽ ടു 61, √61 എന്ന് കിട്ടി. ഇനി അടുത്തത് ഒ ഇ കണ്ടുപിടിക്കണം. ഒ ഇ ഈസ് ഈക്വൽ ടു √0² + 9² ഈസ് ഈക്വൽ ടു √81 ഈസ് ഈക്വൽ ടു 9. അപ്പോൾ ഒ ഡി നമുക്ക് √61ഉം ഒ ഇ നമുക്ക് 9ഉം കിട്ടി. സർക്കിളിലാണ് ലൈ ചെയ്യുന്നതെങ്കിൽ എന്ത് കിട്ടണമായിരുന്നു? √65 കിട്ടണമായിരുന്നു. നമുക്കിതിൻ്റെ റേഡിയസ് എന്തായിരുന്നു കിട്ടിയത്? √65 ആയിരുന്നു നമുക്ക് കിട്ടിയത്. പക്ഷേ ഇവിടെ നമുക്ക് ഒന്ന് √61ഉം ഒന്ന് 9ഉമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഡി എവിടെയായിരിക്കും ലൈ ചെയ്യുന്നത്? √61 എന്ന് പറയുന്നത് √65നേക്കാട്ടിൽ ചെറിയ നമ്പറാണല്ലേ. അപ്പോൾ √65 നമുക്ക് എന്ത് കിട്ടും? √65 എന്ന് പറയുന്നത് 8 8 64 വരും അല്ലേ. അപ്പോൾ √65 എന്ന് പറയുമ്പോൾ 8 വരും. ഓക്കെ, 61 എന്ന് പറയുമ്പോഴോ √61 എന്ന് പറയുമ്പോഴോ 8 8 64 വരും. 64നേക്കാട്ടിൽ കുറവാണ് 61. അതപ്പോൾ എന്തായിരിക്കും? 7 ആയിരിക്കും വരുന്നത്. ഓക്കെ, ഒ ഇ നമുക്ക് 9ഉം കിട്ടി. ഓക്കെ, അപ്പോൾ √61 √65 ആണ്. അപ്പോൾ √65 ആണെങ്കിൽ സർക്കിളിലായിരിക്കും. അപ്പോൾ √61 എവിടെയായിരിക്കും വരുന്നത്? √61 കിട്ടിയത് ഡിയിലാണ് അല്ലേ, ഒ ഡിക്കാണ്. അപ്പം സർക്കിളിൻ്റെ അകത്തായിരിക്കും പോയിൻ്റ് ഡി വരിക. ഇനി ഇ വരുന്നതോ? ഇത് 9 കിട്ടി. √65 ഈസ് 8. 9 അപ്പോൾ എന്താണ്? √65നേക്കാട്ടിൽ ഗ്രേറ്റർ ആണ്. 9 ഈസ് ഗ്രേറ്റർ ദാൻ √65. അപ്പോൾ ഈ എവിടെയായിരിക്കും? സർക്കിളിന് വെളിയിലായിരിക്കും വരിക. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് എന്തെഴുതാം? √61 ഈസ് ലെസ് ദാൻ √65. Therefore, D lies inside the circle. അടുത്തത് 9 ഈസ് ഗ്രേറ്റർ ദാൻ √65. Therefore, E lies ഔട്ട്സൈഡ് ദി സർക്കിൾ. മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന്? അപ്പോൾ നമ്മുടെ 12th ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.